ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് നമ്മൾ വീണ്ടും ഒരു വീഡിയോ എടുത്തിരിക്കുന്നത്. ഇനി മുതൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോ വരും. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം, സപ്പോർട്ട് ചെയ്യണം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് സ്കിൻ കെയർ ബേസിക്സിൻ്റെ 4th സ്റ്റെപ്പായ സൺസ്ക്രീനിങ് അല്ലെങ്കിൽ സൺ പ്രൊട്ടക്ഷനെ പറ്റിയാണ്. അപ്പോൾ ഒത്തിരി ഇൻട്രൊഡക്ഷൻ ഒന്നും പറഞ്ഞ് നിങ്ങളെ ലാഗ് ചെയ്യിപ്പിക്കുന്നില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. നമ്മൾ നേരത്തെ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്കിൻ കെയർ ബേസിക്സിൻ്റെ 3 സ്റ്റെപ്സ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലെൻസിങ് ആണ്, രണ്ടാമത്തത് ടോണിങ്, മൂന്നാമത്തത് മോയ്സ്ചറൈസിങ്. ഇതിനെപ്പറ്റി 3നെ പറ്റിയും ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം നിങ്ങൾ കണ്ടിട്ടും ഉണ്ടായിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ട് കൊടുത്തേക്കാം. ഒപ്പം ഇനിയും നമ്മൾ 4ാമത് ചെയ്യാൻ പോകുന്ന സ്റ്റെപ്പാണ് സൺസ്ക്രീൻ അല്ലെങ്കിൽ സൺ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പ്. ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് പറയുന്നതിന് മുമ്പ് എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നതെന്നാണ് ആദ്യം ഞാൻ പറയുന്നത്. ഫസ്റ്റ്ലി നമ്മൾ രാവിലെ എഴുന്നേറ്റ് നമ്മളുടെ പ്രഭാത കൃത്യങ്ങൾക്കെല്ലാം ശേഷം നമ്മൾ മുഖം ഒന്ന് നല്ല ഒരു ഫേസ് വാഷൊക്കെ ഉപയോഗിച്ച് നമ്മുടെ മുഖം കഴുകിയതിന് ശേഷം നമ്മളൊരു ടോണർ എന്ന് പറയുന്ന സാധനം ഉപയോഗിച്ച് ടോൺ ചെയ്യുന്നു. അതിനുശേഷം നമ്മളുടെ സ്കിന്നിന് ചേരുന്ന ഒരു മോയ്സ്ചറൈസർ ഉപയോഗിച്ച് നമ്മുടെ സ്കിൻ നന്നായിട്ട് മോയ്സ്ചറൈസിങ് ചെയ്യുന്നു. അതിനുശേഷം 4ാമത്തെ സ്റ്റെപ്പാണ് സൺസ്ക്രീൻ അല്ലെങ്കിൽ സൺ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന സാധനം ഉപയോഗിക്കുക എന്നുള്ളത്. ഇത് നമ്മൾ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും, ഇപ്പോൾ നമ്മൾ മഴക്കാലമല്ലേ, നമുക്ക് മഴക്കാലത്ത് സൺസ്ക്രീനിൻ്റെ ആവശ്യമുണ്ടോ, ഇങ്ങനെയുള്ള പല ചിന്തകളും നമ്മളുടെ മനസ്സിലുണ്ടാവും. അപ്പോൾ ഇത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യം നമ്മളുടെ സ്കിന്നിന് ഈ മോയ്സ്ചറൈസർ പോലെ തന്നെ നമുക്ക് ചേർന്ന ഒരു സൺസ്ക്രീൻ ആദ്യം നമ്മൾ കണ്ടെത്തുക. അത് ഒരു കുറച്ച് എമൗണ്ട് നമ്മളുടെ കയ്യിലേക്ക് എടുക്കുക. അത് ഈവനായിട്ട് എല്ലാ ഭാഗത്തും ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഡാബ് ചെയ്ത് ജസ്റ്റ് ഒന്ന് തൂത്ത് കൊടുക്കുക. ഒരു ലെയർ പോലെ നമ്മുടെ മുഖത്ത് മുഴുവൻ അപ്ലൈ ചെയ്യുക. ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു ലെയർ പോലെയാണ്. നമ്മുടെ സ്കിന്നിൻ്റെ മേളിൽ നമ്മളൊരു ലെയർ പോലെ ഇട്ട് കൊടുക്കുകയാണ്. അതായത് സൺസ്ക്രീൻ എന്ന് പറയുന്ന ആ വാക്ക് പോലെ തന്നെ ഒരു സ്ക്രീനാണത്. നമ്മളുടെ സൂര്യനിൽ നിന്ന് നമ്മുടെ മുഖത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സ്ക്രീനായിട്ടാണ് ഈ സൺസ്ക്രീൻ എന്ന് പറയുന്ന സാധനം ആക്ട് ചെയ്യുന്നത്. നമ്മളുടെ സ്കിന്നിനെ ഒരു ബാരിയർ തന്ന് ഒരു പ്രൊട്ടക്ഷൻ തന്ന് സൂര്യൻ്റെ രശ്മികളിൽ നിന്ന് നമ്മളുടെ സ്കിന്നിനെ, നമ്മളുടെ ത്വക്കിനെ നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ സൺസ്ക്രീൻ എന്ന് പറയുന്ന സാധനം ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്കിൻ ഓരോ ടൈപ്പായിരിക്കും. ആ സ്കിന്നുകൾക്ക് ചേരുന്ന ഏത് തരത്തിലുള്ള സൺസ്ക്രീൻ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ തരത്തിലുള്ള സൺസ്ക്രീൻ നമ്മൾ സെലക്ട് ചെയ്യണം. ഇപ്പോൾ ഞാൻ പല തരത്തിലുള്ള സൺസ്ക്രീനുകൾ ഞാൻ നോക്കും. ഓരോ പ്രാവശ്യം ഓരോ ടൈപ്പിലുള്ള സൺസ്ക്രീൻ ഏതാണ് ബെറ്റർ എന്ന് ഞാൻ കൂടുതലും ചെക്ക് ചെയ്ത് നോക്കിയിട്ടാണ് ഞാൻ വാങ്ങിക്കാറ്. ആദ്യം ഒരു ചെറിയ സൈസിലൊരു പാക്ക് വാങ്ങിക്കും. എന്നിട്ട് അത് ഓക്കെ ആണോ എന്ന് നോക്കിയിട്ടാണ് അടുത്തത് വാങ്ങിക്കുന്നത്. ഞാനിപ്പോൾ കറണ്ടായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സൺസ്ക്രീനാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത്. അത് മറ്റൊന്നുമല്ല, ഈ അക്കോളജിക്ക എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു സൺസ്ക്രീനാണ് ഇപ്പം ഞാൻ ഉപയോഗിക്കുന്നത്. എന്ന് വെച്ച് ഇത് ഒരു പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല, ഒരു PR വീഡിയോ ഒന്നുമല്ല. ഇത് മാത്രമല്ല ഞാൻ ഉപയോഗിക്കുന്നത്. പക്ഷേ ഞാൻ ഇതല്ലാതെ തന്നെ ഡോട്ട് ആൻഡ് കീ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ സൺസ്ക്രീൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഡോക്ടർ ഷെത്തിൻ്റെ സൺസ്ക്രീൻ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ കുറേ സൺസ്ക്രീൻ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഡോക്ടർ ഷെത്ത്, അക്കോളജിക്ക, പിന്നെ അതുപോലെ സൺസ്ക്രീൻസ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇതിന് ഡെർമാക്കോയാണ് എനിക്ക് ഈ കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ അക്കോളജിക്കയുടെ ഇതൊന്ന് വാങ്ങിച്ചു. ഈ പ്രാവശ്യം ഇത് നല്ല ഓഫറിലുണ്ടായിരുന്നു, അതുകൊണ്ട് വാങ്ങിച്ചു. പിന്നെ സൺസ്ക്രീൻ നമ്മുടെ സ്കിന്നിന് ഓക്കെ ആണോ എന്ന് നമ്മൾ നോക്കിയിട്ട് വേണം നമ്മളെടുക്കാൻ, നമുക്കത് ഉപയോഗിക്കാൻ. പിന്നെ അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതെന്തിനാണ്, ഇതിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. സൺസ്ക്രീൻ SPF എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ. അതിൻ്റെ അകത്ത് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട് 50+. ഇത് ഈ 50+ എന്ന് ചുമ്മാ എഴുതി വെച്ചിരിക്കുന്നില്ല. 50+ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 500 minutes+ ഇതിന് പ്രൊട്ടക്ഷൻ ഉണ്ട് എന്നുള്ളതാണ് ഇതിൽ എഴുതി വെച്ചിരിക്കുന്നത്.
അതുപോലെ തന്നെ ഇപ്പോൾ 30+ എന്നാണെങ്കിൽ 300 മിനിറ്റ്സ്, 15+ എന്നാണെങ്കിൽ 150 മിനിറ്റ്സ്, അങ്ങനെയാണ് ഇതിൻ്റെ ഓരോ കാര്യങ്ങളും ഇത് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ സൺസ്ക്രീൻ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഈ മഴക്കാലത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ഒത്തിരി നമ്മൾ വെയിലൊന്നും കൊള്ളുന്നില്ല എങ്കിലും നമ്മളുടെ സൂര്യനിൽ നിന്ന് നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെ നമ്മളുടെ ദിനചര്യകളിൽ നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കേണ്ട ഒരു സാധനം തന്നെയാണ് സൺസ്ക്രീൻ. അതിന് വേറെയും നമ്മളെ സഹായിക്കുന്ന പല പല ഫാക്ടേഴ്സ് അതിൻ്റെ അകത്തുണ്ട്. അതായത് ബ്ലൂറേ പോലത്തെ ഉള്ള റേസിൽ നിന്ന് നമ്മൾ മൊബൈലിലും അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ബ്ലൂ റേസിൻ്റെ എഫക്റ്റ് ഉണ്ട് നമ്മളുടെ മുഖത്തിന്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഈ സൺസ്ക്രീൻ തീർച്ചയായിട്ടും നമ്മളെ സഹായിക്കും. അത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉപകാരപ്പെടും. പിന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇപ്പം ഞാൻ അക്കോളജിക്ക, ഡോട്ട് ആൻഡ് കീ, ഡെർമാക്കോ അല്ലെങ്കിൽ ഡോക്ടർ ഷെത്ത് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇത് വാങ്ങിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഏതാണ് ചേരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിന് അനുയോജ്യമായ ഒരു സൺസ്ക്രീൻ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്കിൻ കെയറിൻ്റെ റൊട്ടീൻ്റെ അകത്ത് തീർച്ചയായിട്ടും ഉപയോഗിക്കുക. അത് നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് എനിക്ക് ഉപകാരപ്പെട്ടു, അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്കിത് ഷെയർ ചെയ്യാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും ഇത് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നു. പിന്നെ അടുത്ത കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ഉറപ്പായിട്ടും നമുക്ക് ഈ ആൻറ്റി ഏജിങ് അല്ലെങ്കിൽ നമ്മളുടെ മുഖത്തെ ചുളിവുകളില്ലേ, റിങ്കിൾസ്, അങ്ങനത്തെ കാര്യങ്ങൾ, അതുപോലെ തന്നെ സൂര്യനിൽ നിന്ന് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഈ സൺസ്ക്രീൻ ഇടാതെ നമ്മൾ പുറത്തിറങ്ങി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ടാൻ, സൂര്യനിൽ നിന്ന് നമുക്ക് ഏൽക്കുന്ന ഒരു കരിവാളിപ്പുണ്ട്, ആ കാര്യങ്ങളിൽ നിന്ന് നമ്മുടെ സ്കിന്നിനെ നമുക്ക് പ്രൊട്ടക്ഷൻ തരും. പിഗ്മെൻറ്റേഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളിൽ നിന്നൊക്കെ ഒരു പരിധി വരെ നമ്മളെ സഹായിക്കാൻ വേണ്ടി സൺ പ്രൊട്ടക്ഷൻ ക്രീമിന് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒത്തിരി നമുക്ക് നമ്മുടെ സ്കിന്നിനെ ഉപകരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സാധനം, ഈ സൺ പ്രൊട്ടക്ഷൻ ക്രീം എന്ന് പറയുന്ന സാധനം. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ സ്കിൻ കെയർ റൊട്ടീൻ്റെ അകത്ത് ഉറപ്പായിട്ടും നിങ്ങൾ ഒഴിവാക്കാൻ പാടില്ലാത്ത ഒരു സ്റ്റെപ്പാണ് സൺ പ്രൊട്ടക്ഷൻ ക്രീം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്തൊരു മനോഹരമായ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ബ്ലെസ്ഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ.